എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും ഒരു സാധു സ്ത്രീയുടെ പാത കാണിക്കുക. ഗുരുദേവൻ ഒരിക്കൽ കോട്ടയത്തെ നാഗമ്പടം ക്ഷേത്രത്തിലെത്തി. പരിസര പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഗുരുവിനെ കാണാൻ വന്നുകൊണ്ടിരുന്നു. പലരും പലവിധ കാഴ്ചദ്രവ്യങ്ങളുമായിട്ടാണ് വന്നത്. ചിലരുടെ കയ്യിൽ പഴവർഗ്ഗങ്ങൾ, മറ്റു ചിലരുടെ കയ്യിൽ നാടൻ മുണ്ടുകൾ, വേറെ ചിലരുടെ കയ്യിൽ പലഹാരങ്ങൾ, കുറേ പേരുടെ കയ്യിൽ പണക്കിഴികൾ, ഇങ്ങനെ പലതും. ഇതിനിടയിൽ ഒരു പാവം വീട്ടമ്മ 5 രൂപ കൊണ്ടുവന്ന് ഗുരുദേവൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. ഗുരു ആ സ്ത്രീയെ കണ്ണെടുക്കാതെ നോക്കി. ആരുടെയും മനസ്സിലയിക്കുന്ന വിനയം വഴിയുന്ന മുഖം, ഒട്ടിയ കവിളുകൾ, കാതിൽ കുത്തിയ കൊള്ളി പോലുമില്ല. ഗുരുദേവൻ വേഗം തൻ്റെ സഹായിയായി അവിടെയുണ്ടായിരുന്ന ഗുരുദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ 5 രൂപ ആ സ്ത്രീക്ക് തിരിച്ചു കൊടുത്തേക്കൂ. തീരെ നിവർത്തിയില്ലാത്ത ഏതോ പാവം വീട്ടമ്മയാണ്. ഗുരുദാസൻ പണമെടുത്ത് അവർക്ക് കൊടുക്കാൻ നോക്കി. പക്ഷേ അവരത് തിരിച്ചു വാങ്ങാൻ കൂട്ടാക്കിയില്ല. താൻ നൽകിയ കാണിക്ക കുറഞ്ഞു പോയതുകൊണ്ട് ഗുരുദേവൻ സ്വീകരിക്കാതിരിക്കുന്നു എന്നാണ് അവർ ധരിച്ചത്. ആ സാധു സ്ത്രീ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, സ്വാമി, അടിയനൊരു പാവമാണ്. അടിയൻ്റെ ആകെ സമ്പാദ്യമായുള്ള ഒരേ ഒരു ഏലസ് പണയം വെച്ചിട്ട് ഈ 5 രൂപയെ കിട്ടിയുള്ളൂ. ഇതിൽ കൂടുതലായി തരാൻ കയ്യിലൊന്നുമില്ല. അങ്ങ് സദയം സ്വീകരിക്കണം. ഗുരുദേവൻ ആ സാധു സ്ത്രീയെ സാന്ത്വനിപ്പിച്ചു. വിഷമിക്കേണ്ട, രൂപ കുറഞ്ഞു പോയതുകൊണ്ടല്ല നാം ഇത് സ്വീകരിക്കാത്തത്. നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ്. ഗുരുദേവൻ കാരുണ്യപൂർവ്വം ആ രൂപ അവർക്ക് തിരിച്ചു കൊടുത്തു. അവരത് സന്തോഷപൂർവ്വം കൈപ്പറ്റി. നമുക്ക് സന്തോഷമായി. നിങ്ങൾ നല്ല മനസ്സുള്ളവരാണ്. സന്മനസ്സുള്ളവർക്ക് നന്മയെ വരൂ. സന്തോഷത്തോടെ പൊയ്ക്കൊള്ളൂ. ഗുരുദേവൻ അവരെ ആശീർവദിച്ചു. പിന്നെ ആ വീട്ടമ്മയ്ക്ക് അടിക്കടി ഉയർച്ചയായിരുന്നു. കുറച്ചുനാൾ കൊണ്ട് അവർ വലിയ സമ്പത്തിൻ്റെ ഉടമയായി. നന്ദി, നമസ്കാരം.